ഹായ്, കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ടൊമാറ്റോ സോസ് ആക്കിയാലോ? നല്ല വെട്ടിപ്പൊളി നല്ല നാടൻ സ്റ്റൈലിൽ നമുക്കൊരു ടൊമാറ്റോ സോസ് ആക്കിയാലോ ഇന്ന്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ആദ്യം തന്നെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതിന് ഒരു 10 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ എടുക്കുമ്പോഴേ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണേ. നല്ല മാക്സിമം പഴുത്ത തക്കാളി എടുക്കണം. ഇതാ കണ്ടില്ലേ, നല്ല പഴുത്ത തക്കാളി തന്നെ അതുപോലെ എടുക്കണേ. ഇനി തക്കാളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഭാഗം 4 പീസാക്കി മാറ്റിയാൽ മതി. ഒരുപാട് ചെറുതായി നമുക്ക് കട്ട് ചെയ്യേണ്ട. നമുക്കിത് വേവിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കത് അരക്കാനും പെട്ടെന്ന് പറ്റുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട. നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്താൽ മതി. സോസൊക്കെ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതല്ലേ, നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റാം. പിന്നെ നമുക്കിതിന് ഒരു സവാള ആവശ്യമാണ്. നമുക്കൊരു പീസ് മാത്രം മതി. ഒരു വലിയ സവാളയുടെ ഒരു പീസ് മാത്രം മതി. ആ ഒരു പീസ് നമുക്കത് കട്ട് ചെയ്ത് അതിലോട്ട് ഇടാം. അല്ലാതെ ഒരു പീസ് മാത്രം മതി. നമുക്കത് കട്ട് ചെയ്ത് തക്കാളിയുടെ കൂടെ ചേർക്കാം. കൂടുതൽ തക്കാളി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സവാള തന്നെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചീനച്ചട്ടി ഗ്യാസിൽ വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യം വെളുത്തുള്ളിയാണേ. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് നമുക്കത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ ഒരു കഷ്ണം കറുവാപ്പട്ടയും കൂടി ചേർക്കുന്നുണ്ടേ. പിന്നെ ഒരു 3-4 ഗ്രാമ്പു നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം കുറച്ച് വെള്ളമാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കത് വേവാൻ വേണ്ടിയിട്ട് തക്കാളി വെന്ത് കഴിയുമ്പോൾ ഓൾറെഡി കുറച്ച് അതിൽ വെള്ളം വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. ചൂട് വരുന്ന അത്രയും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടേ. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി വെന്ത് വരുമ്പോൾ ഓൾറെഡി അതിലേക്ക് വെള്ളം വരുന്നുണ്ട്. നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വരണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറച്ച് സമയം നമുക്കൊരു 30 സെക്കൻഡ്സ് തന്നെ ഇളക്കിയിട്ട് തന്നെ കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്ക് ശരിക്കും വെന്തുടഞ്ഞില്ലല്ലോ. ശരിക്കും തക്കാളി വെന്തുടയണം. നമുക്കൊന്നുകൂടെ നോക്കി നോക്കാം. ഏകദേശം പിന്നെ കുറച്ചും കൂടെ അധികം വെന്തല്ലേ. നല്ല ഒരു തക്കാളിയൊക്കെ ഉടഞ്ഞത് മാതിരി ആയിട്ടില്ല. കുറച്ച് ഒന്നും കൂടെ ഇളക്കി നോക്കിയിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. തക്കാളിയുടെ ഈ ഒരു വേവിലെത്തണം. നമുക്കിത് തക്കാളിയൊക്കെ വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ലല്ലോ. എല്ലാം നല്ല മിക്സായ പോലെയില്ല. നല്ല വെന്തുടഞ്ഞത് മാതിരി ഉണ്ടല്ലോ. ഇതുപോലെ തക്കാളി വെന്ത് കിട്ടണം. നമുക്കിതിനി ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓഫാക്കിയ ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നത് കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ വീതിയുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടെല്ലാം റെഡി ആയിട്ടുണ്ടേ. ഏകദേശം ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇത് മാറ്റാം. ഇത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുതിയണം. ഇത് നന്നായിട്ട് മുതിഞ്ഞിട്ടുണ്ട്. നമ്മളിത് സോസാക്കുന്ന സമയത്ത് നമുക്കിതിൽ തരിതരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് മുതിയണം. നമുക്കിനി ഇതൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. ചിലപ്പോൾ കുറേ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരിക്കുന്നുണ്ടേ. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചിട്ട് നമുക്കിതൊരു പൊള്ളിലോട്ട് മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയിൽ കാണുന്നില്ലേ. ഇനി നമുക്ക് കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ടേ. നമ്മൾ വീണ്ടും ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലോട്ട് നമ്മൾ ഇറക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചീനച്ചട്ടി കുറച്ചധികം ചൂടായി, അതാണ് കുറച്ചിങ്ങനെ തെറിച്ചത് കേട്ടോ. ഞാനത് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്കൊരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല. നമുക്കൊരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ മുളക് പൊടിയൊക്കെ അതിന് നന്നായി ഒന്ന് മിക്സായി വരണം. ഉപ്പും അതുപോലെ മിക്സായി വരണം. പിന്നെ നമുക്ക് ആവശ്യം പഞ്ചസാരയാണ്. ഞാനൊരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസിന് ചെറിയൊരു പുളിയും ചെറിയൊരു മധുരമൊക്കെ അല്ലേ ഉണ്ടാവുന്നത്. നമുക്കതിന് പഞ്ചസാര ആവശ്യമാണ്.
പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തു, ഇനി പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുത്തു, എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ഒന്ന് അതിൽ അലിഞ്ഞ് വരണേ, അപ്പോൾ അതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് 1/2 ഗ്ലാസ് വിനെഗർ ചേർത്ത് കൊടുക്കാം. നമുക്കതിൻ്റെ പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. പുളിയും മധുരവും എരിവും എല്ലാം കൂടി ഇപ്പോൾ ആയി. ഇപ്പോൾ എല്ലാം കൂടി അതിൻ്റെ എസൻസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരണേ. കുറച്ചും കൂടെ ഒന്ന് കട്ടിയാണ്, കുറച്ച് ചൂടായിട്ടൊന്ന് കട്ടിയാണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ട് ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. കുറച്ചും കൂടെ നമ്മൾ ഇളക്കി കൊടുത്താൽ ഇതാ തിളച്ച് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ടൊമാറ്റോ സോസ് നല്ല കട്ടിയിലല്ലേ ഉണ്ടാവുന്നത്. കുറച്ചും കൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ഉറച്ച് കിട്ടും. ഇച്ചിരി കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ നമുക്കിതൊരു കട്ടിയായി വരാനുണ്ട്. വിനെഗർ ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച് കുറുകി വരുമ്പോൾ ഒന്നും കൂടെ ഇതാ കട്ടിയായതാ. ഇപ്പോൾ വിട്ട് വീഴുന്നുണ്ട്. സ്പൂണിലെടുത്തുമ്പോൾ അത് വിട്ട് വീഴുന്നത് ഇങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ടേ. നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിൽ ശരിക്കും നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ഇത് വിട്ട് നമ്മളിങ്ങനെ വീഴണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് കെച്ചപ്പ് നല്ല ടൊമാറ്റോ സോസ് നല്ല റെഡിയായി വന്നു എന്ന് അതിനർത്ഥം. ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങളെല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം. താങ്ക് യു.